അങ്ങനെയൊന്നും പോവില്ല. കേരളത്തിന് അവകാശപ്പെട്ട എയിംസ് കേരളത്തിന് തന്നെ കിട്ടും. അതിനോടൊന്നും ബി ജെ പിക്ക് യോജിപ്പില്ല. കേരളത്തിന് കിട്ടാൻ ഞാൻ തമിഴ്നാട്ടിലേക്ക് എങ്ങനെ പോവുക? കേരളത്തിന് അവകാശപ്പെട്ടതാണ്, കേരളത്തിന് തന്നെ കിട്ടണം. ഞങ്ങൾ വികസിത കേരളം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി. വികസിത കേരളം എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിന് അവകാശപ്പെട്ടത് തമിഴ്നാട്ടിലേക്ക് പോകാനാണോ ഞങ്ങൾ ആഗ്രഹിക്കുക? കേരളത്തിന് അവകാശപ്പെട്ടതൊന്നും കേരളത്തിന് വെളിയിലേക്ക് പോവില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ചില നിലപാടുകളുണ്ടാവണം. ഞങ്ങൾ വികസിത കേരളം എന്ന് പറയുമ്പോൾ ആ വികസിത കേരളത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ മുന്നേറ്റം കൂടി അനിവാര്യമാണ്. ആ മുന്നേറ്റത്തിൽ എയിംസ് പോലെയുള്ള ഒരു അത്യന്താധുനിക സൗകര്യമുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ആശുപത്രി കേരളത്തിലുണ്ടാകണമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ ആഗ്രഹം. അത് ഞങ്ങൾ നേരത്തെ കേന്ദ്ര സർക്കാരിനോട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ആ ആവശ്യം ഞങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും. ആ ആവശ്യത്തിന് പിന്നെ ഞങ്ങളുണ്ടാകും. പക്ഷേ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരുമായി രമ്യതയിൽ പോകാനാണ് അവർ പരിശ്രമിക്കേണ്ടത്. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലുള്ള പ്രതിഷേധം പാലക്കാട് നടക്കുകയാണല്ലോ. ആ പ്രതിഷേധത്തിന് ധാർമ്മികതയുടെ വശമുണ്ടല്ലോ, അത് രാഷ്ട്രീയമല്ലല്ലോ. കാരണം കോൺഗ്രസ് ഈ കാര്യത്തിൽ കാണിക്കുന്ന ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാവുകയാണ്. ഇവർ ഇനിയെങ്കിലും പറയേണ്ടത്, വി ഡി സതീശൻ പറയേണ്ടത്, എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവർ പുറത്താക്കിയത്? കോൺഗ്രസിന് പുറത്താണെന്നാണല്ലോ വെപ്പ്. എന്തിനാണ് പുറത്താക്കിയത്? അങ്ങനെ പുറത്താക്കിയിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹം പാലക്കാട് വരുമ്പോൾ കോൺഗ്രസ്സുകാരാണ് സംരക്ഷണം ഒരുക്കുന്നത്. നാട്ടിൽ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു പാർട്ടിയിൽ നിന്ന് ഒരാളെ സസ്പെൻഡ് ചെയ്താൽ അയാൾക്ക് സംരക്ഷണം ആ പാർട്ടി ഒരുക്കുക? ഞാനിതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ പാർട്ടി പ്രവർത്തകന്മാർ അയാളുടെ പിന്നാലെ നിന്ന് നടക്കുന്നത്. പാലക്കാട് അദ്ദേഹം ഇറങ്ങിയത് മുതൽ എല്ലാ കൂടെയുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരാളെ പിന്നാലെ കോൺഗ്രസ് നേതാക്കന്മാർ നടക്കുന്നതിനെക്കുറിച്ച് വി ഡി സതീശൻ എന്ന അഭിപ്രായമാണുള്ളത്. നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ അകമ്പടിയോടുകൂടിയാണ്. അത് സാധാരണ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്തിനാണ് കോൺഗ്രസ് ആളുകളെ കണ്ണിൽ പൊടിയിടുന്നത്? അവർക്ക് രാഹുലിനെ സംരക്ഷിക്കണമെങ്കിൽ അത് പരസ്യമായ നിലപാടെടുത്തുകൊണ്ട് സംരക്ഷിക്കണം. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാകും. ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരാൻ അദ്ദേഹത്തിന് ധാർമ്മികമായിട്ടൊരു അവകാശമില്ല. കാരണം ഈ നിമിഷം വരെ അദ്ദേഹത്തിനായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ സാധാരണ പൊതുപ്രവർത്തകർ എന്താ ചെയ്യുക? വ്യാജ ആരോപണമാണെങ്കിൽ നിഷേധിക്കണം. നിഷേധിച്ചുകൊണ്ട് നിയമപരമായ നടപടി സ്വീകരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഈ വാർത്തകൾ സംരക്ഷണം ചെയ്ത ഏതെങ്കിലും ഒരു ചാനലിനെതിരായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ വ്യാജ വാർത്തകൾ മീഡിയ പ്രചരിപ്പിച്ചാൽ ആ മീഡിയക്കെതിരായിട്ട് നമ്മൾ കേസിന് പോകും. ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും കോളിൽ നിന്ന് വ്യാജമായിട്ടുള്ള ആരോപണമാണെങ്കിൽ ആരോപണം വിളിച്ച വ്യക്തിക്കെതിരായിട്ട് കേസിന് പോകണ്ടേ? ഇതൊന്നുമില്ലല്ലോ. ഇതൊന്നും ഇല്ലാത്തതാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കുന്ന സമയത്ത് വി ഡി സതീശൻ പറഞ്ഞത് ഗുരുതരമായിട്ടുള്ള പരാതികൾ എനിക്ക് ബോധ്യപ്പെട്ടു എന്നാണ്. ആ ബോധ്യപ്പെട്ട പരാതികൾ എന്താണെന്ന് വി ഡി സതീശനെങ്കിലും പറയണം. ഇവരെല്ലാം എന്തിനാണ് മറച്ചു വെക്കുന്നത്? അതുകൊണ്ട് MLA ആയി തുടരാൻ അദ്ദേഹം തറക്കത്തില്ല. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടാത്ത ഒരാളെ പാലക്കാട്ട് ജനങ്ങൾ എന്തിന് പേറണമെന്ന ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ആ ജനപ്രതിയെ ജനങ്ങൾക്ക് വേണ്ടെങ്കിലോ? കോൺഗ്രസ്സുകാരാണല്ലോ ജയിപ്പിച്ചത്. ആ കോൺഗ്രസ്സുകാർ പറഞ്ഞ ഇയാൾക്ക് വേണ്ട. കോൺഗ്രസ്സുകാർക്ക് വേണമെങ്കിൽ പിന്നെ ജനങ്ങൾ തന്നെ സഹിക്കണം. ജനങ്ങൾക്ക് ഇത്രയും അധാർമികമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെയാണോ സഹിക്കേണ്ടത്? അദ്ദേഹത്തിന് എന്ത് ധാർമ്മികതയുള്ളത്? അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കണം ഞങ്ങൾ പറയുന്നത്. അദ്ദേഹം MLA ആകുമ്പോൾ മണ്ഡലത്തിന് പോകണമെന്ന് പറയുമ്പോൾ അദ്ദേഹം MLA തുടരാൻ നടക്കത്തില്ല. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കുകയാണ് വേണ്ടത്. രാജിവെച്ചുകൊണ്ട് അദ്ദേഹത്തിനായിട്ടുള്ള ആരോപണങ്ങളുടെ നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആരും ഉന്നയിച്ചിട്ടുള്ള ആരോപണമല്ല. BJP ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. ആരോപണം ഉന്നയിച്ചത് മറ്റു ചില കോണുകളിൽ നിന്നാണ്. കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ബന്ധമുള്ള കോണുകളിലാണ്. ചില ആളുകൾ മുന്നോട്ട് വന്ന് പറഞ്ഞുള്ളതാണ്. ആ ആരോപണം നിഷേധിക്കാത്തിടത്തോളം കാലം ഒരു ചെറിയ ആരോപണം ഉണ്ടെങ്കിൽ പോലും നമ്മൾ നിഷേധിക്കില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനായിട്ട് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട 3-4 പരാതികളെ സംബന്ധിച്ച് ഇദ്ദേഹം ഇതേവരെ ആരോപണം നിഷേധിച്ചിട്ടില്ല. ഇന്നലെയും നിങ്ങളുടെ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എല്ലാം പിന്നീട് വിശദമായി പറയാമോ? അതിനെ എന്നെ പിന്നീട് വിശദമായി പറഞ്ഞ് ഇപ്പോൾ പറഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പോൾ എന്തോന്നിന് കാത്തിരിക്കുകയാണ്. ഇതൊക്കെ അകത്തളങ്ങളിലൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം ആരോപണം നിഷേധിക്കാത്തിടത്തോളം വസ്തുതാപരമായി അതെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അത് കോൺഗ്രസ് പാർട്ടിക്കും പ്രതിപക്ഷ നേതാവിനും ബോധ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഒരാളെ പാലക്കാട് ജനങ്ങൾ സഹിക്കണമോ എന്ന ചോദ്യമാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്.